സമീർ റിസ്വി. നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പേരാണ് സമീർ റിസ്വിയുടെ. IPL തുടങ്ങിയിട്ട് നമ്മൾ ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ചില പേരുകളിൽ ഒരു പേരാണ് സമീർ റിസ്വി. ഒറ്റ പേരൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ എല്ലാ ടീമെന്നും. പക്ഷെ അതിൽ ഓർത്തിരിക്കേണ്ട ഒരു പേരാണ് സമീർ റിസ്വി. ഞാൻ പറയുന്നത് ഇന്ന് നടന്ന ഡൽഹി വേഴ്സസ് മുംബൈ മത്സരം. ഞാനൊരു മുംബൈനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. പക്ഷേ സമീർ റിസ്വിനെ കുറിച്ച് രണ്ട് വാക്ക് പറയണം. ഇമ്പാക്ട് പ്ലെയറായിട്ട് വന്ന് കളിയിലെ താരമായ ആളാണ് സമീർ റിസ്വി. സമീർ റിസ്വി രണ്ടാമത്തെ കളി കളിക്കുന്ന ആദ്യത്തെ കളിയിലും ഇമ്പാക്ട് പ്ലെയറായിട്ട് വന്നിട്ട് കളിയിൽ താരമായിരുന്നു സമീർ റിസ്വി. അന്നും 50 മേലെ സ്കോർ ചെയ്ത റിസ്വി ഇന്ന് മുംബൈയിൽ നിന്ന് ഞെട്ടിച്ചത് 90 റൺസ് എടുത്തിട്ടാണ്. ഈ മുംബൈ ടീമും ഡൽഹി ടീമും തമ്മിലുള്ള ആ കൂടിയിട്ടുള്ളൊരു വ്യത്യാസം സമീർ റിസ്വി ആയിരുന്നു. സമീർ റിസ്വി ഉണ്ടാക്കിയ കൂട്ടുകെട്ടും. ഓക്കെ, എന്തായാലും 162 റൺസ് ലക്ഷ്യം, 162 എന്ന താരതമ്യേന ദുർബലമായ ലക്ഷ്യമാണ് മുംബൈ വെച്ചത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് ഇറങ്ങിയ മുംബൈ 162 എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചൊന്നുമല്ല. മികച്ച തുടക്കം എന്തായാലും അവർ കിട്ടി. റിക്കൾട്ട് നേരത്തെ തന്നെ പോയി. ആദ്യ മത്സരത്തിൽ KKR-നെതിരെ ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് ഗംഭീരമായിരുന്നു. വാങ്കഡയിൽ 148 റൺസ് അങ്ങോട്ടാണ് ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് അന്ന് എടുത്തത്. പക്ഷേ അത് പ്രതീക്ഷിച്ചൊക്കെയാണ് മുംബൈ ആരാധകരൊക്കെ ഇരുന്നത്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. റിക്കൾട്ടൻ നേരത്തെ പോയി. രോഹിത് ശർമ്മ 35 റൺസോടെ എടുത്തു. പിന്നെ റിക്കൾട്ടൻ പോയിട്ട് പിന്നാലെ വന്നത് തിലക് വർമ്മയാണ്. തിലക് വർമ്മ വന്നപാടെ പോയി. എന്നാൽ പിന്നെ ഒത്തുചേർന്ന രോഹിത് ശർമ്മ, പഴയ ക്യാപ്റ്റൻ, ഹാർദിക് പാണ്ഡ്യക്ക് പരിക്കായിരുന്നു. ഹാർദിക് പാണ്ഡ്യ കളിക്കാണ്ടായിരുന്നില്ല. ഹാർദിക് പാണ്ഡ്യ പകരം ആക്ടിംഗ് ക്യാപ്റ്റനായിരുന്നത് സൂര്യകുമാർ യാദവ് ആയിരുന്നു. ഇന്ത്യയുടെ T20 വേൾഡ് കപ്പ് ചാമ്പ്യൻ ക്യാപ്റ്റൻ. അപ്പോൾ ഒരു ഭാഗത്ത് 2026 T20 വേൾഡ് കപ്പ് ക്യാപ്റ്റനും മറുഭാഗത്ത് 2024 ഇന്ത്യക്ക് വേണ്ടി T20 വേൾഡ് കപ്പ് നേടിയെടുത്ത രോഹിത് ശർമ്മ ക്യാപ്റ്റൻ. അപ്പോൾ രണ്ട് ക്യാപ്റ്റന്മാർ കൂടിയിട്ട് ഏകദേശം ഒന്ന് രക്ഷാപ്രവർത്തനം നടത്തി. രോഹിത് വീണു. പിന്നെ വന്നവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റാവുന്ന പോലെ അവർക്ക് കളിച്ചെന്ന് വേണേൽ പറയാം. പിന്നെ വാലറ്റത്ത് മിച്ചൽ സാന്റനർ കൂടി നടത്തിയ രക്ഷാപ്രവർത്തനത്തിൻ്റെ ബാക്കി പത്രമാണ് 162 റൺസ്. ഇപ്പോഴത്തെ T20 ഫോർമാറ്റിൽ 162 റൺസ് ഒന്നുമല്ല. ഈവൻ 200 റൺസ് പോലും അടിച്ചെടുക്കുന്ന ടീമുകളാണ്. അപ്പോൾ പിന്നെ 162 കാര്യമായിട്ടൊന്നുമില്ല. പക്ഷേ 162 ഡിഫെൻഡ് ചെയ്യാൻ ഇറങ്ങിയ മുംബൈക്ക് പോസിറ്റീവ് 2 പ്രാവശ്യം കിട്ടി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീപക് ചഹർ ഒരു റണ്ണിനെ KL രാഹുലിനെ മടക്കി. പിന്നെ നിതീഷ് റാണ ഒരു റണ്ണൗട്ടായി. പ്രത്യേകിച്ച് നിതീഷ് റാണ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ചൊരു ഭീഷണി ഒന്നും മുംബൈക്ക് ഉണ്ടായില്ല. അങ്ങനെ പെട്ടെന്ന് 7 റൺസിന് 2 വിക്കറ്റ് എന്ന ലെവലിൽ പതറിയ ഡൽഹിക്ക് വേണ്ടിയിട്ട് പാത്തു നിസംഗ ഓപ്പണിംഗ് ഇറങ്ങിയതാണ്. ശ്രീലങ്കയുടെ പാത്തു നിസംഗയും റിസ്വിയും കൂടി അങ്ങോട്ട് നിന്നു. മനോഹരമായ ഇന്നിങ്സ്. പിന്നെ ആ ഒരു ഏതാണ്ട് ഒരു 50+ അഡീഷണൽ റൺസ്, എത്ര പാർട്ണർഷിപ്പിൻ്റെ കൃത്യ റൺസ് കയറി, എന്തായാലും 50 റൺസിൻ്റെ മേലുള്ള പാർട്ണർഷിപ്പ്, നല്ലൊരു മികച്ച പാർട്ണർഷിപ്പ് തന്നെയായിരുന്നു അത്. അതിനുശേഷം നിസംഗ 46 റൺസിലായിട്ട് പാത്തു നിസംഗ ഔട്ടായി. പിന്നെ വന്ന ഡേവിഡ് മില്ലർ ഒത്തിട്ട് നമ്മുടെ റിസ്വി പിന്നെ ഒരു 50 റൺസ് പാർട്ണർഷിപ്പ്. അതിലൊരു രസം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡേവിഡ് മില്ലറായിട്ട് 50 റൺസ് പാർട്ണർഷിപ്പ് റിസ്വി ഉണ്ടാക്കി ഡൽഹിക്ക് വേണ്ടിയിട്ട്. അതിൽ ഈ 50 റൺസ് പാർട്ണർഷിപ്പ് ഈ രണ്ടുപേരുണ്ടാക്കിയാൽ ഡേവിഡ് മില്ലറുടെ സംഭാവന ആ കൂടി 1 റണ്ണായിരുന്നു. 1 റണ്ണാണ് ഡേവിഡ് മില്ലറുടെ സംഭാവന. അപ്പോൾ ആലോചിക്കണം റിസ്വി എമ്മാതിരി അടിച്ചു. പിന്നെ റിസ്വിയുടെ ഒരു എന്ന് പറയുമ്പോൾ റിസ്വി ആദ്യം വന്നുടനെ കാടൻ അടിക്കണില്ല. റിസ്വി വന്ന് അവിടുത്തെ അന്തരീക്ഷമൊക്കെ നോക്കി, പിച്ചിൻ്റെ അവസ്ഥയൊക്കെ നോക്കി, ബോൾ എങ്ങനെ ബാറ്റിലേക്ക് വരുന്നതൊക്കെ നോക്കിയിട്ടായിരിക്കണം മിക്കവാറും ഇങ്ങനെ പിച്ചിനെ പ്രണയിച്ച് അല്ലെങ്കിൽ ഗ്രൗണ്ടിനെ പ്രണയിച്ച് ഇതേതൊക്കെ രീതിയിൽ മുന്നോട്ട് പോകാമെന്നൊക്കെ ആലോചിച്ചിട്ടാണ് അദ്ദേഹം ഇതാക്കുന്നത്. ഫോർ എക്സാമ്പിൾ 18 ബോളിൽ നിന്ന് എൻ്റെ ഓർമ്മയനുസരിച്ച് റിസ്വിക്ക് ഉണ്ടായിരുന്ന 12 റൺസോ 13 റൺസാണ്. അപ്പം അത്രത്തോളം ഒരു ലാഗ് ആളുടെ ഒരു തുടക്കത്തിലുണ്ടായിരുന്നു. പിന്നെ ഒരു കഴിഞ്ഞ് ബോഷിനൊരു 6 അല്ലെങ്കിൽ അങ്ങനെ റൺസ് 19 ബോളിൽ നിന്ന് 19 ബോളിൽ 18 ആ ലെവലിലൊക്കെ ആക്കി. പിന്നെ ആളെ പിടിച്ചാൽ കിട്ടിയിട്ടില്ല. പിന്നെ അടിച്ച് പഞ്ചറാക്കി 90 റൺസ്. അർഹിക്കപ്പെട്ട ഒരു സെഞ്ചുറി നഷ്ടമായെങ്കിലും ആൾ സെഞ്ചുറിക്ക് വേണ്ടിയിട്ട് തന്നെയായിരുന്നു മാക്സിമം അടിക്കാൻ നോക്കുക. ആ ഔട്ടായത് അങ്ങനെ അടിക്കാൻ തന്നെയാണ്. 11 റൺസ് ജയിക്കാൻ വേണ്ടപ്പോഴാണ് 11-12 റൺസ് ജയിക്കാൻ വേണ്ടപ്പോഴാണ് ഈ റിസ്വി ഔട്ടാവുന്നത്. അപ്പോൾ 90 റൺസാണ് റിസ്വിക്ക് ഉള്ളത്. അടിച്ചേട്ടനെ ഔട്ടായത് നല്ലൊരു പെർഫോമൻസ്. വീണ്ടും മാച്ച് വിന്നിങ് പെർഫോമൻസ് തന്നെയായിരുന്നു. ആദ്യ കളിയിൽ മാച്ച് വിന്നിങ് ആയിരുന്നു. ഇന്നത്തെ കളിയിൽ മാച്ച് വിന്നിങ് ആയി. ജയിച്ചു എന്ന് ഉറപ്പിച്ചിട്ട് തന്നെയാണ് റിസ്വി ഔട്ടായത്.
പിന്നെ വെറും ചടങ്ങുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിവേ ഡൽഹി രണ്ടാമത്തെ വിജയം കരസ്ഥമാക്കി. റിസ്വി രണ്ടാമത്തെ മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം കരസ്ഥമാക്കിയിട്ടുണ്ട്. അപ്പോൾ റിസ്വിനെ നോട്ടിട്ടോളൂ, ആള് ചില്ലറക്കാരനല്ല.